ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ആണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതുപോലെ തന്നെ ഓൺലൈൻ ട്യൂഷൻ അവൈലബിൾ ആണ്. ഓൺലൈൻ ട്യൂഷൻ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോർ ക്ലാസ്സസ് വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്താലോ. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ആണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ? ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് അതൊരു ടെക്നിക്കാണ്. ഇറ്റ്സ് എ ടെക്നിക്. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? Technique we can use to approximate the values of the function. Technique used to approximate the values of a function. Approximate the values of a function. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂസ് അപ്രോക്സിമേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ലോക്കലി ലീനിയർ ആകുന്നതെന്ന് അറിയാമോ? എ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ ദെൻ ഇറ്റ് ഈസ് ലോക്കലി ലീനിയർ. അതായത് ലോക്കലി ലീനിയർ ആകുന്ന എപ്പോഴാണ്? എ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി ലോക്കലി ലീനിയർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ. ലോക്കലി ലീനിയർ ആകുന്ന എപ്പോഴാണ്? ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ. നമുക്ക് എന്ത് പറയാം? അത് ലോക്കലി ലീനിയർ ആണെന്ന് പറയാം. ഇനി എപ്പോഴാണ് ഡിഫറൻഷ്യബിൾ ആകുന്നത്? ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകുന്നത് എപ്പോഴാണ്? ഫംഗ്ഷൻ കണ്ടിന്യൂവസ് ആകുമ്പോൾ അല്ലേ? അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂവസ് ആകുമ്പോഴത്തേക്കുമാണ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകുന്നത്. ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ലോക്കലി ലീനിയർ ആയിരിക്കും. ലോക്കലി ലീനിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്രോക്സിമേറ്റ് ചെയ്ത് എന്താണ് ഒരു ഫംഗ്ഷൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ടു സേ ദാറ്റ് എ കർവ് ഈസ് ലോക്കലി ലീനിയർ ഈസ് ടു സേ that the more we zoom in on the curve the flatter it looks. അതായത് നമ്മളിപ്പോൾ ഒരു കർവ് എടുക്കുവാണെങ്കിൽ ഈ ഒരു കർവ് നമ്മൾ സൂം ഇൻ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കർവിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മളങ്ങനെ സൂം ഇൻ ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും ആ ഒരു പോയിന്റ് ശരിക്കും ഒരു കർവ് മാറി ഒരു സ്ട്രെയിറ്റ് ലൈനിലോട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഒരു കർവിൽ നിന്നും അത് ലീനിയറിലോട്ട് പോകുന്നതായിട്ട് കാണാം. അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇതിനകത്ത് സൂം ഇൻ ഓപ്ഷൻ ഇല്ല. അപ്പോൾ സൂം ഇൻ ഓപ്ഷൻ ഉള്ള ഒരു സ്ക്രീനിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കർവ് വരച്ചിട്ട് സൂം ഇൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അത് ലീനിയർ ആയിട്ട് ഇരിക്കുന്നതായിട്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ. അപ്പോൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസിന് മാത്രമേ നമുക്ക് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ ലീനിയർ അപ്രോക്സിമേഷൻ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഡിഫറൻഷ്യബിൾ, ഇഫ് എഫ് ഓഫ് xy is differentiable, f of xy എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഡിഫറൻഷ്യബിൾ അറ്റ് x0, y0 അല്ലെങ്കിൽ x0, y0 we have local linear approximation അതിനെ L വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. L of x, y is equal to, ഇതാണ് ഫോർമുല പഠിച്ചു വെച്ചോ, f of x0, y0. അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് ദ ഗിവൺ പോയിന്റ് x0, y0 പ്ലസ് എഫ് എക്സ് നമുക്കറിയാം പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അറ്റ് ദ പോയിന്റ് x0, y0 ഇൻറ്റു എക്സ് മൈനസ് x0 പ്ലസ് fy of x0, y0 into y minus y0. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോണേ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ L of xy എന്ന് പറയുന്നത് എന്താണ്?
Okay, L of xy is equal to f of x naught comma y naught plus fx of x naught comma y naught into x minus x naught plus fy of x naught comma y naught into y minus y naught ആണ്. ക്ലിയർ ആയല്ലോ? ഇത് 2 ഡയമെൻഷണൽ ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഒരു 2D സ്പേസിലാണ് എന്നുണ്ടെങ്കിൽ, ഇനി 3 ഡയമെൻഷണൽ ആകുമ്പോഴത്തേക്കുള്ള ഫോമുല നമുക്ക് നോക്കാം കേട്ടോ. 3 ഡയമെൻഷണൽ ആകുമ്പോഴത്തേക്കും എങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ നോക്കിയേ, 3 ഡയമെൻഷണൽ ആകുമ്പോൾ എക്സ്റ്റെൻഡിങ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ്, അപ്പോൾ എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഈസ് ഡിഫറൻഷ്യബിൾ at x0, y0, z0, then local linear approximation L of x, y, z, which is equal to f of x0, y0, z0 plus fx of x0, y0, z0 into x minus x0 plus fy of x0, y0, z0 into y minus y0 plus f z of x0, y0, z0 into z minus z0. ഇതാണ് local linear approximation of function f at x0, y0, z0. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ 3 ഡയമെൻഷണൽ സ്പേസിൽ വരുന്നത് നമ്മൾ പഠിച്ചു, 2Dയിൽ വരുമ്പോഴത്തേക്കുള്ള ഒരു ഫോമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ പഠിച്ചു വെച്ചോണേ. ഈ രണ്ട് ഫോമുലയും പഠിച്ചു വെക്കുക, എക്സാമിന് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെ വരും എന്നുള്ളതാണ്. സോൾവ് പ്രോബ്ലംസ് നമുക്ക് ഒന്ന് 2Dയുടെയും ഒന്ന് 3Dയുടെയും ചെയ്യാം. എക്സ്ട്രാ പ്രോബ്ലംസ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലെറ്റ് L of xy denote the local linear approximation to f of xy equal to root of x square plus y square at the point 3, 4. Compare the error in approximating f of 3.04, 3.98 is equal to square root of 3.04 the whole square plus 3.98 the whole square. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ്? ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് വൈ എൽ ഓഫ് എക്സ് വൈ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ, ഗിവൺ ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഈ രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് എറർ എന്ന് പറയുന്നത്, അത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഗിവൺ നമുക്ക് എന്താ തന്നേക്കുന്നത്? എഫ് ഓഫ് എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഗിവൺ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണല്ലോ. ദെൻ അടുത്ത് നിങ്ങൾ എഴുതേണ്ടത് വാട്ട് ഈസ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ L of x, y which is equal to നമുക്കറിയാം f of x0, y0 plus f x of x0, y0 into x minus x0 plus f y of x0, y0 into y minus y0 ആണല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് കണ്ടെത്തേണ്ട കുറച്ച് ടേംസുകളുണ്ട്. എഫ് എക്സ് എഫ് വൈ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാട്ട് ഈസ് ദ പോയിന്റ്? അപ്പോൾ പോയിന്റ് എന്ന് പറയുന്നത് 3,4 ആണ് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഓരോ ടേംസ് ആയിട്ട് കണ്ടുപിടിക്കാം. എഫ് ഓഫ് 3,4 which is equal to square root of നമ്മുടെ ഫംഗ്ഷൻ എന്താ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ എഫ് ഓഫ് 3,4 വരുമ്പോൾ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ അല്ലേ? അപ്പോൾ എത്ര വരും? സ്ക്വയർ റൂട്ട് ഓഫ് 25, ദാറ്റ് ഈസ് 5. അത് കിട്ടി. അടുത്ത് നമുക്ക് എന്താ വേണ്ടത്? എഫ് എക്സ് വേണം അല്ലേ? അപ്പോൾ എഫ് എക്സ് ഓഫ് എക്സ് വൈ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് കുട്ടികളെ? റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കഴിഞ്ഞില്ല ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റു
ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, മനസ്സിലായോ? അതായത് ആദ്യം നമ്മൾ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. ഇവിടെ ഇപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിന് ആ റൂട്ടിനകത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് ചെയിൻ റൂൾ. ചെയിൻ റൂൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അറിഞ്ഞൂടാത്തവർക്ക് ആ ഒരു പ്ലേലിസ്റ്റ് നോക്കിയിട്ട് അതിനകത്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിച്ചാൽ മതിയാകും. അപ്പോൾ ചെയിൻ റൂൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, 1/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചെയ്തു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ചെയ്യുമ്പോൾ വൈ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്? 2x ആണ് അല്ലേ? അപ്പോൾ അന്നേരം നമുക്ക് എന്ത് കിട്ടും? 2x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. 2 ക്യാൻസൽ ആകും. ബാക്കി നമുക്ക് കിട്ടുന്നത് എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇങ്ങനെയാണ് കിട്ടുക. എഫ് എക്സ് ഓഫ് എക്സ് കോമ വൈ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കിനി എന്താ വേണ്ടേ? നമുക്ക് വേണ്ടത് എഫ് എക്സ് ഓഫ് 3,4 ആണ്. അപ്പോൾ എക്സിന് 3യും വൈക്ക് 4ഉം കൊടുക്കണം. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്? ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 3/5 കിട്ടിയേ. സിമിലർലി നമുക്ക് ഇനി അടുത്ത് എന്ത് വേണം? എഫ് വൈ ഓഫ് എക്സ് കോമ വൈ കണ്ടുപിടിക്കണം. എഫ് വൈ ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എഫ് എക്സ് ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും കിട്ടുക. ദെൻ എഫ് വൈ ഓഫ് 3,4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4/5 എന്നായിരിക്കും കിട്ടുക. അതാണ് 4/5. ഇനി നമുക്ക് നമ്മുടെ ഫോമുല ഉണ്ടല്ലോ, ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ്റെ ഫോമുല, അതിലോട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈ എൽ ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്ന ഈ ഒരു ഫോമുലയ്ക്കകത്തോട്ട് നമുക്കന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഫോമുല? വാട്ട് ഈസ് എൽ ഓഫ് എക്സ് വൈ? എൽ ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എഫ് ഓഫ് 3,4 പ്ലസ് എഫ് എക്സ് ഓഫ് 3,4 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ദാറ്റ് ഈസ് 3 പ്ലസ് എഫ് വൈ ഓഫ് 3,4 ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് ദാറ്റ് ഈസ് 4 അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഫ് ഓഫ് 3,4 5 പ്ലസ് 3/5 ഇൻറ്റു എക്സ് മൈനസ് 3 പ്ലസ് 4/5 ഇൻറ്റു വൈ മൈനസ് 4. ഓക്കെ, നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ അറ്റ് ദ പോയിന്റ്, കമ്പയർ ദ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് എഫ് ഓഫ് 3.04 ആൻഡ് 3.98. അതാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് തിരിച്ചു പോകാം. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചേക്കുന്നത്? ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അത് 0.3,4 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? കമ്പയർ ദ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് എഫ് ഓഫ് 3.04 ആൻഡ് 3.98. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ അറ്റ് ദ പോയിന്റ് എഫ് ഓഫ് 3.04 3.98 നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഫംഗ്ഷൻ്റെ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നു. ഡിഫറൻസ് ആണല്ലോ എപ്പോഴും എററായിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എക്സിൻ്റെ സ്ഥാനത്ത് എഫ് ഓഫ് 3.04 3.98 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ അപ്രോക്സിമേറ്റഡ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, നൗ വി ഹാവ് എൽ ഓഫ് എന്താണ്? നമുക്കിവിടെ എക്സിലും വൈയിലും അല്ലേ നമുക്ക് വാല്യൂ കിട്ടിയേക്കുന്നത്. ആ എക്സും വൈയും നമുക്ക് തന്നിട്ടുണ്ടല്ലേ. എഫ് 3.04, 3.98 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അന്നേരം നമുക്ക് കിട്ടുന്നത് 5 പ്ലസ് 3/5 ഇൻറ്റു 3.04 മൈനസ് 3 പ്ലസ് 4/5 ഇൻറ്റു 3.98 മൈനസ് 4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 5.008 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. ഓക്കെ, 5.008 എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുക. ഇനി അപ്പോൾ ലീനിയർ അപ്രോക്സിമേറ്റഡ്
വാല്യൂ നമുക്ക് കിട്ടി, ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടി അറ്റ് ദ പോയിന്റ് 3.04 ആൻഡ് 3.98. ഇനി നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെ എഫ് ഓഫ് 3.04, 3.98 വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് നമുക്കറിയാം, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താ തന്നേക്കുന്നത്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 3.04 ദ ഹോൾ സ്ക്വയർ, വൈൻ്റെ പ്ലേസിൽ 3.98 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 5.00819 ആണ്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഫസ്റ്റ് ലീനിയർ അപ്രോക്സിമേഷൻ ചെയ്തപ്പോഴത്തേക്കും 5.008ഉം അടുത്ത ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും 5.00819ഉമാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ആണ് എന്ത്, എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറൻസ് ആണ് എന്ത്, എറർ. So now the error is, error എന്ന് പറയുന്നത് എന്താണ്, now the error in approximation, the error in approximation is about, error എന്ന് പറയുന്നത് എത്രയാണ്, 5.00819 minus 5.008, answer will be 0.00019. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഓഫ് എൽ ഓഫ് f of xyz equal to xyz at the point P of 1, 2, 3. Compute the error in approximation f by L at the point Q 1.001, 2.002, 3.003. അപ്പോൾ എന്താ നമുക്ക് ചോദിച്ചേക്കുന്നത്, ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ അറ്റ് ദ പോയിന്റ് നമ്മൾ 1, 2, 3 കണ്ടുപിടിക്കുന്നു, എന്നിട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ എടുക്കുന്നു, ദെൻ ലീനിയർ അപ്രോക്സിമേഷൻ എടുക്കുന്നു, ദെൻ എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ അറ്റ് ദ പോയിന്റ് 1.001, 2.002, 3.003. സോ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് എന്താ നമുക്ക് തന്നേക്കുന്നത്, എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട് ആണല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ്റെ ഫോമുല 3 ഡയമെൻഷനിൽ ആകുമ്പോൾ എക്സ് കോമ വൈ കോമ സെഡ് ഈക്വൽ ടു ഫോമുല എഴുതുക, എഫ് ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് കോമ സെഡ് നോട്ട് പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് കോമ സെഡ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഓഫ് എക്സ് നോട്ട് കോമ y naught comma z naught into y minus y naught plus f z of x naught comma y naught comma z naught into z minus z naught. ഓക്കെ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഓരോ വാല്യൂസിനും കണ്ടെത്തുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് കോമ സെഡ് നോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ അല്ല പോയിന്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് 1, 2, 3 അല്ലേ, ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ്, എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡ് ആണ്. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുക്കുക അല്ലേ, അപ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 എത്ര കിട്ടും, 6 അല്ലേ. നമുക്ക് എഫ് എക്സ് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് കോമ സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ സെഡ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വൈ സെഡ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എക്സ് ബൈ ഡോ എക്സ് 1 ആണ്, ദാറ്റ് ഈസ് വൈ ഇൻറ്റു സെഡ് ആണല്ലോ, വൈ ഇൻറ്റു സെഡ്. നമുക്ക് എന്താ വേണ്ടത്, എഫ് എക്സ് അറ്റ് 1, 2, 3. അപ്പോൾ എന്ത് കിട്ടും, ഇവിടെ വൈയും സെഡും ആണുള്ളത്, വൈക്ക് 2 കൊടുക്കുക, സെഡിന് 3 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് 6. ഇനി അടുത്ത് എഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എഫ് വൈ ഓഫ് എക്സ് നോട്ട് കോമ
y naught comma z naught. What is that? fy എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് ഗിവൺ ഫംഗ്ഷൻ എക്സ് വൈ സെഡ് ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യലി ഡെറിവേറ്റീവ് എടുക്കുമ്പം എക്സും സെഡും കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു ഡോ വൈ ബൈ ഡോ വൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞ 1. Then we get x into z. ഇനി നമുക്ക് വേണ്ടത് fy of 1, 2, 3 and the value will become 1 into 3 അല്ലേ, equal to 3 അല്ലേ. എക്സിന് നമ്മൾ 1 കൊടുക്കുന്നു, സെഡിന് 3 കൊടുക്കുന്നു. അടുത്ത് f z of x naught, y naught, z naught which is equal to, with respect to z പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും എന്താണ്, എക്സും വൈയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സും വൈയും കോൺസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് പുറത്തെടുക്കാം ഇൻറ്റു ഡോ ഇസെഡ് ബൈ ഡോ ഇസെഡ് വിച്ച് ഇസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു വൈ, റൈറ്റ്. ഇനി എന്താണ് നമുക്ക് വേണ്ടത്, എഫ് സെഡ് അറ്റ് ദ പോയിന്റ് 1, 2, 3 what we get 1 into 2, that is 2. അപ്പോൾ നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നൗ ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഓഫ് എൽ ഓഫ് എക്സ് വൈ സെഡ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ്, ഫോമുല എഴുതിയിട്ട് നമുക്ക് ചെയ്യാം, എഫ് ഓഫ് 1, 2, 3 പ്ലസ് എഫ് എക്സ് ഓഫ് 1, 2, 3 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്, ദാറ്റ് ഈസ് എക്സ് മൈനസ് 1 പ്ലസ് fy of 1, 2, 3 into y minus y naught. y naught എന്ന് പറയുന്നത് ആക്ച്വലി 2 ആണ്. പ്ലസ് എഫ് സെഡ് ഓഫ് 1, 2, 3 into z minus z naught, that is 3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് 1, 2, 3 നമുക്ക് കിട്ടിയത് 6 ആണ് അല്ലേ. പ്ലസ് എഫ് എക്സ് ഓഫ് വാല്യൂ എന്ന് പറയുന്നത്, എഫ് എക്സിൻ്റെ വാല്യൂ 6 അല്ലേ, 6 ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എഫ് ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ഇൻറ്റു വൈ മൈനസ് 2 പ്ലസ് എഫ് സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ഇൻറ്റു സെഡ് മൈനസ് 3, റൈറ്റ്. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 6 പ്ലസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 6x മൈനസ് 6 പ്ലസ് 3y മൈനസ് 6 പ്ലസ് 2z മൈനസ് 6 പ്ലസ് 6 മൈനസ് 6 ക്യാൻസൽ. ബാക്കി നമുക്ക് എന്ത് കിട്ടും, 6x പ്ലസ് 3y പ്ലസ് 2z മൈനസ് 6 മൈനസ് 12. ഇത്രയാണ് നമുക്ക് -12 ആണ്. ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ അറ്റ് ഗിവൺ പോയിന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഗിവൺ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് ഏതാണ്, ഗിവൺ എൽ അറ്റ് 1.001, 2.002, 3.003 which is equal to, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എൽ ഓഫ് എക്സ് വൈ സെഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6 ഇൻറ്റു എക്സിന് പകരം എന്ത് കൊടുക്കുക 1.001 കൊടുക്കുക പ്ലസ് 3 ഇൻറ്റു 2.002 കൊടുക്കുക പ്ലസ് 2 ഇൻറ്റു 3.003 കൊടുക്കുക -12. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6.01800. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് ദ പോയിന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പോലെ 1.001, 2.002, 3.003 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് ആണല്ലോ. അതായത് 1.001 ഇൻറ്റു 2.002 ഇൻറ്റു 3.003 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 6.018018. കാൽക്കുലേറ്റർ നിങ്ങൾ ചെയ്താൽ മതിയാവും. അപ്പോൾ എറർ നമുക്ക് കണ്ടുപിടിക്കാം. എറർ എന്ന് പറയുമ്പോഴത്തേക്കും എറർ ഇൻ അപ്രോക്സിമേഷൻ എന്ന് പറയുമ്പോൾ ഇവയുടെ ഡിഫറൻസ് ആണ്, മനസ്സിലായോ? അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6.018 അതായത് 6.018 മൈനസ് 6.018 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 0.00018 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ,
മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ എറർ ഇൻ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആവശ്യമുള്ള കുട്ടികൾ വാട്സപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എന്താണ് പഠിച്ചത്? ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ, അതിൽ 2D 3D ഈ രണ്ട് ഫോമുലയും വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഇതിൽ നിന്നൊരു ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.